നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് 2024 പാർട്ട് 15. ഹൈദരാബാദ് കേന്ദ്രമായുള്ള നവീന കലാ സാംസ്കാരിക കേന്ദ്രം നൽകുന്ന 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവ് കുഴൂർ വിൽസൺ ഇന്ന് ഞാൻ നാളെ നീ യാൻ്റപ്പൻ എന്ന കവിതാ സമാഹാരമാണ് അവാർഡിന് അർഹമായത്. 2024 ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് വിജയ കിഷോർ രഥാക്കർ 9ാമത് അധ്യക്ഷ. 2024 ഒക്ടോബറിൽ അന്തരിച്ച കിസാൻ കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ് ലാൽ വർഗീസ് കൽപ്പകവാടി 446 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഭാഷയിൽ രചിച്ച ആദ്യ പുസ്തകം തമ്പിരാൻ വണക്കം 1578 ഒക്ടോബർ 20 കൊല്ലം തങ്കശ്ശേരിയിലെ സാൽവദോർ ജെസ്യൂട്ട് കോളേജ് എന്ന അച്ചടിശാലയിലാണ് പുസ്തകം അച്ചടിച്ചത്. പോർച്ചുഗീസ് ഭാഷയിൽ സെന്റ് ഫ്രാൻസിസ് സേവ്യർ എഴുതിയ ഡോക്ട്രീന ക്രിസ്തം എന്ന മതഗ്രന്ഥത്തിൻ്റെ തമിഴ് വിവർത്തനമാണ് തമ്പിരാൻ വണക്കം. 2024 ICC വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ന്യൂസിലാൻഡ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ടൂർണമെൻറ്റിലെ താരം അമലിയ കീർ ന്യൂസിലാൻഡ്. 2024 ഒക്ടോബറിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI പുറത്തുവിട്ട പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ലാഹോർ. 2024 ഒക്ടോബറിൽ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒമർ അബ്ദുള്ള 2ാം തവണയാണ് ഈ പദവിയിലെത്തുന്നത്. ഉപമുഖ്യമന്ത്രി സുരീന്ദർ കുമാർ ചൗധരി. ഇന്ത്യയിൽ ആദ്യ ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് ഫെസിലിറ്റി ആരംഭിച്ച വിമാനത്താവളം തിരുവനന്തപുരം. 2026 കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് ഒഴിവാക്കിയ 10 മത്സര ഇനങ്ങൾ ഹോക്കി, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, റെസ്ലിംഗ്, ടേബിൾ ടെന്നീസ്, ഡൈവിംഗ്, റഗ്ബി 7, ബീച്ച് വോളിബോൾ, മൗണ്ടൻ ബൈക്കിംഗ്, സ്ക്വാഷ് ആൻഡ് റിതമിക് ജിംനാസ്റ്റിക്സ്. പുതുതായി ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങൾ അത്ലറ്റിക്സ് ആൻഡ് പാരാ അത്ലറ്റിക്സ്, സ്വിമ്മിംഗ് ആൻഡ് പാരാ സ്വിമ്മിംഗ്, ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്സ്, ട്രാക്ക് സൈക്ലിംഗ് ആൻഡ് പാരാ ട്രാക്ക് സൈക്ലിംഗ്, നെറ്റ് ബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പാരാ പവർ ലിഫ്റ്റിംഗ്, ബോക്സിംഗ്, ജൂഡോ, ബൗൾസ് ആൻഡ് പാരാ ബൗൾസ്, 3x3 ബാസ്കറ്റ്ബോൾ ആൻഡ് 3x3 വീൽ ചെയർ ബാസ്കറ്റ്ബോൾ. യുണൈറ്റഡ് നേഷൻസ് ഡേ ഒക്ടോബർ 24. 2024 ഒക്ടോബറിൽ അന്തരിച്ച വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ തത്വചിന്തകൻ ഗസ്റ്റാവോ ഗുരിലിസ്. 2024 ഒക്ടോബറിൽ അന്തരിച്ച കഥകളി ആചാര്യൻ സദനം നരിപ്പറ്റ നാരായണൻ നമ്പൂതിരി. വൈക്കം മുഹമ്മദ് ബഷീർ സ്മരണാർത്ഥം കേരളത്തിലെ ആദ്യ ബഷീർ മ്യൂസിയം നിലവിൽ വന്നത് ദയാപുരം വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രം, ചാത്തമംഗലം, കോഴിക്കോട്. മ്യൂസിയത്തിൻ്റെ പേര് മതിലുകൾ. 2020 ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം സിംബാബ്വെ 344 റൺസ്. 2024 ഒക്ടോബറിൽ ജാംബിയക്കെതിരെയായിരുന്നു ഈ നേട്ടം. 2024 ഒക്ടോബറിൽ തൃശ്ശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണ കേന്ദ്രങ്ങളിലടക്കം വിവിധ കേന്ദ്രങ്ങൾ സംസ്ഥാന GST വകുപ്പ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഡോറെ ഡെൽ ഓറോ. സ്പെയിനിൽ ഉള്ള ചരിത്ര സ്മാരകമായ ഗോൾഡൻ ടവറിൻ്റെ പേര്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 2024 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡാന. പേര് നിർദ്ദേശിച്ചത് ഖത്തർ. ഗവേഷണ രംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി റിസർച്ച് പുരസ്കാരങ്ങൾ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാര ജേതാക്കൾ ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി, ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്,
PP ദിവാകരൻ സയൻസ്, KP മോഹനൻ സോഷ്യൽ സയൻസ്. 2024 ഒക്ടോബറിൽ വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ റാണി രാംപാൽ. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരമുള്ള വായ്പാ പരിധി എത്രയായാണ് 2024 ഒക്ടോബറിൽ ഉയർത്തിയത്? 20 ലക്ഷം രൂപ. അണ്ടർ ടരുൺ കാറ്റഗറി മുൻപ് 10 ലക്ഷം രൂപയായിരുന്നു. വിശ്വനാഥൻ ആനന്ദിന് ശേഷം എലോ റേറ്റിംഗിൽ 2800 പോയിന്റ് മറികടന്ന ഇന്ത്യൻ ചെസ് താരം അർജുൻ എരിഗായ്സി. 2024 ഒക്ടോബറിൽ കേരള സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറായി നിയമിതനായത് പ്രാണ ബയോട്ടിനാഥ്. 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചത് എറണാകുളം. സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ ഡിക്കി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമാണിത്. ഡിക്കി കേരളം പദ്ധതിയിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യത്തെ നിയോജക മണ്ഡലം മൂവാറ്റുപുഴ. ആദ്യ ജില്ല എറണാകുളം. ആദ്യ നഗരസഭ മൂവാറ്റുപുഴ നഗരസഭ എറണാകുളം. ആദ്യ പഞ്ചായത്ത് ആയവന എറണാകുളം. രണ്ടാമത്തെ ജില്ല കോഴിക്കോട്. 31ാമത് ആനുവൽ ബെസ്റ്റ് ബാങ്ക് അവാർഡ്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വാഷിംഗ്ടൺ DC-യിൽ നടന്ന അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോക ബാങ്കിൻ്റെയും സംയുക്ത യോഗത്തോടനുബന്ധിച്ച് അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആണ് തിരഞ്ഞെടുത്തത്. 2024 ഒക്ടോബർ 28-ന് അന്തരിച്ച കർണാടക ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KS പുട്ടസ്വാമി. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21-ന് കീഴിൽ സ്വകാര്യത മൗലികാവകാശമാക്കാനുള്ള പോരാട്ടം നയിച്ച വ്യക്തി. 1926 ഫെബ്രുവരി 8-ന് ജനിച്ചു. 1977 നവംബർ 28-ന് കർണാടക ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായി. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ബംഗളൂരു ബെഞ്ചിൻ്റെ ആദ്യ വൈസ് ചെയർമാൻ. 2024 ഒക്ടോബറിൽ പട്ടികവർഗ വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന 7ാമത് സംസ്ഥാനതല കായികമേള കളിക്കളം 2024. വേദി തിരുവനന്തപുരം. രാജ്യത്തെ പുതിയ സെൻസസ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന വർഷം 2025. 2024 ഒക്ടോബറിൽ നടന്ന അണ്ടർ 23 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 57 കിലോ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ചിരാഗ് ചിക്കാര. മനുഷ്യനും മൃഗങ്ങളുമുൾപ്പെടെ ജീവനുള്ളവയുടെ ചിത്രങ്ങളോ ദൃശ്യങ്ങളോ പകർത്തുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് 2024 ഒക്ടോബറിൽ വിലക്കേർപ്പെടുത്തിയ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം താലിബാൻ. 70 വയസ്സും അതിനു മുകളിൽ പ്രായവുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാരുടെയും ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ABPM JAY-യുടെ കീഴിൽ തിരഞ്ഞെടുക്കപ്പെട്ട വയോധികർക്ക് നൽകുന്ന കാർഡ് ആയുഷ്മാൻ വയാ വന്ദന കാർഡ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാന. ലോകാരോഗ്യ സംഘടന 2024 ഒക്ടോബറിൽ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്റ്റ്. 2024 ഒക്ടോബറിൽ കേരള ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിമാരായി നിയമിതരായത് P. കൃഷ്ണകുമാർ, KV ജയകുമാർ, S. മുരളീകൃഷ്ണ, PV ബാലകൃഷ്ണൻ, ജോബിൻ സെബാസ്റ്റ്യൻ. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന ട്രോഫിയുടെ പേര് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫി. 2024 ഒക്ടോബറിൽ അന്തരിച്ച മലയാള സാഹിത്യ നിരൂപകൻ മാമ്പുഴ കുമാരൻ. 2021 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. 2024 MVR പുരസ്കാര ജേതാവ് സീതാറാം യെച്ചൂരി മരണാനന്തര ബഹുമതി. സവ്യസാചിയായ കർമ്മയോഗി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് PS ശ്രീധരൻ പിള്ള. സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന ഭരണഭാഷാ പുരസ്കാരങ്ങൾ 2024 മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പത്തനംതിട്ട.
2024 ഒക്ടോബറിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓണററി ഓഫീസർ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി നേടിയ ഇന്ത്യക്കാരൻ ശ്രീ രവിശങ്കർ. 2024 ഒക്ടോബറിൽ അന്തരിച്ച ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായകനും ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ഗ്രൂപ്പ് സ്ഥാപകനുമായ വ്യക്തി TPG നമ്പ്യാർ. 2024 ഒക്ടോബറിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ദേശ് കാ വല്ലഭ് പ്രതിമ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അനാച്ഛാദനം ചെയ്തത് എവിടെ? തവാങ്, അരുണാചൽ പ്രദേശ്. മേജർ റാലെങ്ങാവോ ബോബ് ഖാത്തിങ് മ്യൂസിയം ഓഫ് വെലറും രാജ്യത്തിന് സമർപ്പിച്ചു. 2024 ഒക്ടോബറിൽ അന്തരിച്ച ഫുട്ബോൾ പരിശീലകനും മുൻ ഇന്ത്യൻ താരവുമായ മലയാളി KK ഗോപാലകൃഷ്ണൻ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവ് അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജംപ് താരം. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ. ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി ശിശു ചെറുകഥ. പ്രധാന കൃതികൾ തിരുത്ത്, പുറം, മറുപുറം, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ, നോവൽ ചുളൈമേടയിലെ ശവങ്ങൾ, നിലവിളി, ഹികിറ്റ, പഞ്ചകന്യകകൾ, പര്യായകഥകൾ, ചെറുകഥാ സമാഹാരങ്ങൾ, തത്സമയം. 2024 നവംബറിൽ കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തി രാജേഷ് കുമാർ സിംഗ്. 2024 നവംബറിൽ റഷ്യൻ കോടതി ഏത് കമ്പനിക്കെതിരെയാണ് $20 ഡസൻ പിഴ ചുമത്തിയത്? ഗൂഗിളിൻ്റെ മാതൃകമ്പനിയായ ആൽഫബറ്റിൻ്റെ കീഴിലുള്ള യൂട്യൂബിന് എതിരെയായിരുന്നു റഷ്യൻ കോടതിയുടെ വിധി. യുക്താൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ ഭരണകൂട പിന്തുണയുള്ള 17 ചാനലുകളെ യൂട്യൂബ് തടഞ്ഞതാണ് കാരണം. 2024 നവംബറിൽ അന്തരിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനും പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനുമായിരുന്ന വ്യക്തി ബിബക് ഡെബോറി. കോളിൻസ് വേർഡ് ഓഫ് ദ ഇയർ 2024 ബ്രാറ്റ്. ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ആൽബത്തിൻ്റെ പേരാണ് ബ്രാറ്റ്. 2024 നവംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഫാഷൻ ഡിസൈനർ രോഹിത് ബാൽ. ഉല എന്ന നോവലിൻ്റെ രചയിതാവ് KV മോഹൻകുമാർ. 2024 അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്കെതിരെ 3-0 പരമ്പര വിജയിച്ച ടീം ന്യൂസിലാൻഡ്. 2024 ഒക്ടോബറിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ സെമി കണ്ടക്ടർ നിർമ്മാണ കമ്പനി ട്രാസ്ന ഐറിഷ് ഫോം. 66ാം സംസ്ഥാന സ്കൂൾ കായികമേള 2024 വേദി കൊച്ചി. ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. തക്കുടു എന്ന് പേരിട്ടിരിക്കുന്ന അണ്ണാറക്കണ്ണനാണ് മേളയുടെ ഭാഗ്യചിഹ്നം. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകനും പ്രൊഡ്യൂസറും ഗാനരചയിതാവുമായ വ്യക്തി ക്യോനി ജോൺസ് USA. പോപ്പ് സംഗീത ലോകത്തെ ജാസ് വാദകൻ. രത്തൻ N ടാറ്റ എ ലൈഫ് എന്ന ജീവചരിത്രത്തിൻ്റെ രചയിതാവ് ഡോക്ടർ തോമസ് മാത്യു. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ISTRAC ഡയറക്ടറായി നിയമിതനായ മലയാളി AK അനിൽകുമാർ. ആദ്യ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടി വേദി ന്യൂഡൽഹി. 2024 നവംബറിൽ സ്വിസ് ഓപ്പൺ ഇൻഡോർ വേൾഡ് സീരീസ് അമ്പെയ്ത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം അതാനു ദാസ്. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാലയായി മാറിയ സുവോളജിക്കൽ പാർക്ക് മുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക്, ഹിമാചൽ പ്രദേശ്. നിയമപരമായി വിവാഹിതർ അല്ലെങ്കിൽ സ്ത്രീയുടെ പരാതിയിൽ പങ്കാളിക്കോ ബന്ധുക്കൾക്കോ എതിരെ ഗാർഹിക പീഡനക്കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സവിശേഷ പരിഗണന വിഭാഗത്തിലെ ഓവറോൾ ചാമ്പ്യന്മാർ തിരുവനന്തപുരം. 2024 നവംബറിൽ അന്തരിച്ച മലയാള ഭാഷാ വിവർത്തകൻ MB സദാശിവൻ. 2024 നവംബറിൽ അന്തരിച്ച പൂഞ്ഞാർ രാജകുടുംബത്തിലെ വലിയ തമ്പുരാട്ടി അത്തം തിരുനാൾ അംബിക തമ്പുരാട്ടി. കായിക കേരളത്തിൻ്റെ പിതാവായ കേണൽ GV രാജയുടെ സഹോദരിയാണ്.
മറ്റൊരു ഗ്രഹത്തിൽ താമസിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ പഠിക്കുന്നതിനായി ISRO ഇന്ത്യയിലെ ആദ്യ അനലോഗ് ബഹിരാകാശ ദൗത്യത്തിന് തുടക്കം കുറിച്ചത് എവിടെയാണ്? ലഡാക്കിലെ ലേ. HAB-1 എന്ന പേരിൽ ഒരു പേടകമാണ് ലേയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. 2024 നവംബറിൽ ബോട്സ്വാനയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് ദുമാ ബോക്കോ. 2024 നവംബറിൽ ഓപ്പൺ AI അവതരിപ്പിച്ച സെർച്ച് എഞ്ചിൻ ChatGPT സെർച്ച്. മലയാളത്തിലെ ആദ്യ എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി. കുമാരനാശാന്റെ കാവ്യജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിച്ചത് പെരുമ്പടവം ശ്രീധരൻ. 2024 നവംബറിൽ ഏത് എയർഫോഴ്സിന്റെ ആസ്തികൾ വിറ്റഴിക്കാനുള്ള അനുമതിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചത്? ജെറ്റ് എയർവേസ്. ദ സാറ്റാനിക് വേഴ്സസ് എന്ന നോവലിന്റെ രചയിതാവ് സൽമാൻ റുഷ്ദി. ഈ നോവൽ നിരോധിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ട് 2024 നവംബറിൽ ഡൽഹി ഹൈക്കോടതി വിധിച്ചു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ 2024 നവംബറിൽ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണെന്നും അതിന് അനുച്ഛേദം 19(2) പ്രകാരമുള്ള നിയന്ത്രണമേ ഏർപ്പെടുത്താനാകുകയുള്ളൂ എന്നും 2024 നവംബറിൽ വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. 2024 നവംബറിൽ അന്തരിച്ച ആദ്യ ലോക സുന്ദരി പട്ടം 1951 നേടിയ വ്യക്തി കിക്കി ഹക്കൻസൺ. 2024 നവംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി, തോൽപ്പിച്ചത് കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടി. 2024 നവംബറിൽ അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം നേടിയത് ഡോക്ടർ ശാന്തനാഥ് അച്യുതനുണ്ണി. റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്തുന്നതിനും അനധികൃതമായി മുൻഗണനാ കാർഡുകൾ കൈവശം വച്ചിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനുമായുള്ള സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി തെളിമ. സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും മൊത്തത്തിലുള്ള ക്ഷേമവും ഉന്നമനവും ഉറപ്പാക്കി ഓരോ കുടുംബത്തെയും സന്തോഷത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാൻ കുടുംബശ്രീ ലക്ഷ്യമിടുന്ന പദ്ധതി ഹാപ്പി കേരള ഹാപ്പിനെസ് സെന്റർ. 2024 നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റ് ചരിത്രത്തിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം സഞ്ജു സാംസൺ. 16ാമത് UN ജൈവ വൈവിധ്യ ഉച്ചകോടി വേദി സിറ്റി ഓഫ് കോൾ, കൊളംബിയ. 2024 നവംബറിൽ ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത് ഡൽഹി സുപ്രീം കോടതി. ഈടും ജാമ്യവുമില്ലാതെ നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഉന്നത വിദ്യാഭ്യാസ വായ്പയൊരുക്കുന്ന പദ്ധതി PM വിദ്യാലക്ഷ്മി. 2024 നവംബറിൽ 400 വർഷം പഴക്കമുള്ള നഗരമായ അൽ നദാഹ് കണ്ടെത്തിയത് സൗദി അറേബ്യ. 2024 നവംബറിൽ ബംഗാൾ ഉൾക്കടൽ തീരത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റ് ഫെങ്കൽ പേര് നൽകിയത് സൗദി അറേബ്യ. 2024 നവംബറിൽ ഏഷ്യൻ വികസന ബാങ്കിന്റെ അധ്യക്ഷനായി നിയമിതനായത് മസാറ്റോ കാൻഡ. 2024 നവംബറിൽ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി 4 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഗുസ്തി താരം ബജ്റാംഗ് പുനിയ. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചതിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഏതൊക്കെ ഭാഷകളിലുള്ള ഭരണഘടനയുടെ പതിപ്പുകളാണ് 2024 നവംബറിൽ പുറത്തിറക്കിയത്? സംസ്കൃതം, മൈഥിലി. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ, സംവിധാൻ ദിവസ് 26 നവംബറിൻ്റെ ഭാഗമായി ആരംഭിച്ച ക്യാമ്പയിൻ ഹമാര സംവിധാൻ ഹമാരാ സ്വാഭിമാൻ, നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം. 75 രൂപയുടെ പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കിയ പുസ്തകങ്ങൾ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എക്ലിപ്സ്, മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേർണി. ബേസിക് അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2024 പ്രകാരമുള്ള കണക്കുകൾ പീരിയഡ് ഫ്രം 1st March 2023 to 29th February 2024.
പാൽ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശ്, രണ്ടാം സ്ഥാനം രാജസ്ഥാൻ. മുട്ട ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ്, രണ്ടാം സ്ഥാനം തമിഴ്നാട്. ഇറച്ചി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം വെസ്റ്റ് ബംഗാൾ, രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ്. പട്ടു ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം രാജസ്ഥാൻ, രണ്ടാം സ്ഥാനം ജമ്മു കാശ്മീർ. ആഗോളതലത്തിൽ പാൽ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഇന്ത്യ. ആഗോളതലത്തിൽ മുട്ട ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ. വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആകുന്ന ആദ്യ വനിത സുസി വിൽസ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2024 വേദി ആലപ്പുഴ. എം മുകുന്ദൻ്റെ ആത്മകഥ എൻ്റെ എംബസിക്കാലം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക ട്രസ്റ്റിൻ്റെ അബ്ദുറഹിമാൻ സാഹിബ് സ്മാരക പുരസ്കാരം 2024 ജേതാവ് ടി പത്മനാഭൻ. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തി പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏകാരോഗ്യ പദ്ധതി. 2024 നവംബറിൽ ജപ്പാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷിഗെറു ഇഷിബ. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. സത്യജിത്ത് റേ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ ഓസ്ട്രേലിയൻ സംവിധായകനും നിർമ്മാതാവുമായ വ്യക്തി ഫിലിപ്പ് നോയിസ്. 2024 നവംബറിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ വി കലോക്കർ റാവു. 2024 നവംബറിൽ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി റഷ്യയുമായി പ്രതിരോധ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനം ഭാരത് ഡയനാമിക്സ് ലിമിറ്റഡ്. സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കളക്ടറുടെ ശിപ്പായിയായി നിയമിതയായ വനിത കെ സിജി. 2024 സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.